Hi friends, welcome back to my channel Be Creative with Mega. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മളോട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ അടിക്കാനും മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക്, ഇത് മൂന്നും കൂടിയിട്ട് ജസ്റ്റ് നമ്മളുടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒരൊറ്റ കറക്കം മതി. അപ്പോൾ ഏകദേശം ഈ പരുവത്തിൽ കിട്ടും. പിന്നെ നമ്മളുടെ മുളക് പൊടി വളരെ കുറവാണ് ചേർക്കുന്നത്. പച്ചമുളകിൻ്റെ രുചിയായിരിക്കണം, അതായത് എരിവായിരിക്കണം വരേണ്ടത് കേട്ടോ. അതാണ് രസം കൂടുതൽ. അപ്പോൾ അത് കാരണം ഞാൻ പച്ചമുളകാണ് അധികം ഇട്ടിട്ട് അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സബോള. അത് ഇതിൻ്റെ മെഷർമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോരം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അതനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ മെഷർമെൻ്റ് ഒന്നും എടുത്ത് പറയുന്നില്ല. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ നോക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല നമുക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ബിരിയാണി മസാല എന്നൊക്കെ വന്നിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഒന്നാലും അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ഇല്ലേ അതായാലും മതി കേട്ടോ. പിന്നെ മുളക് പൊടി അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കാരണം ഞാൻ പറഞ്ഞല്ലോ പച്ചമുളകിൻ്റെ രുചി ഉണ്ടെങ്കിലാണ് ആ ബിരിയാണിക്ക് ഒരു രസമുള്ളൂ. അപ്പോൾ അത് കാരണം നിങ്ങൾ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇനി എന്തൊക്കെ വേണ്ടേ? പിന്നെ ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് ഇത്രയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നത് നമ്മളുടെ ബിരിയാണി അരി നന്നായി കഴുകിയിട്ട് ഒന്ന് വാരാൻ വെക്കും. അത് കഴിഞ്ഞിട്ട് അത് നന്നായി ആ അരിയൊക്കെ നന്നായി ഡ്രൈ ആയി കഴിഞ്ഞ ശേഷമാണ് ഞാൻ അത് കുക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാ നമ്മൾ അരിയൊക്കെ നന്നായി കഴുകി ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതേപോലെ തന്നെ ചിക്കൻ നമുക്ക് ആവശ്യമാണല്ലോ, അപ്പോൾ ചിക്കനും ഞാൻ കഴുകാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചിക്കൻ നമ്മളുടെ ലെഗ് പീസാണ്. അപ്പോൾ അത് കാരണം കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിയെടുത്ത് ഒന്ന് വരഞ്ഞു കൊടുക്കുക, എന്നാലാണ് നമ്മുടെ മസാലയൊക്കെ അതിൽ പിടിക്കുള്ളൂ കേട്ടോ. ഇനി ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ പോവാണ്. അത് ഞാൻ കുക്കറിലാണ് കേട്ടോ റൈസ് വേവിക്കുന്നത്. അപ്പോൾ റൈസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സ്പൈസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ട ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു, പിന്നെ തക്കോലം, അതുപോലെ തന്നെ ജാതിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാതിക്കയും ചേർക്കാം കേട്ടോ. അതെല്ലാം ഇട്ടിട്ട് ഞാനിനി വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന റൈസിനെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് 1.25 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു 5.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇതിൽ ചേർക്കണം. അപ്പോൾ ഇതേ നമ്മൾ വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ നെയ്യും അതേപോലെ തന്നെ നമ്മളുടെ മല്ലിയിലയും ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ മൂടി വെച്ചിട്ട് നമ്മളിനി ഗ്യാസിന് വെക്കാൻ പോവാണ്. അപ്പോൾ ഹാഫിലാണ് ഞാൻ വെക്കാറുള്ളത് ഫ്ലെയിം. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ വിസിൽ അപ്പോൾ തന്നെ നമുക്ക് തുറക്കാം. അതായത് പ്രഷർ കളഞ്ഞിട്ട് നമുക്ക് അപ്പോൾ തന്നെ തുറക്കണം, എന്നാലാണ് ഇത് കറക്റ്റ് വേവിന് കിട്ടാറുള്ളൂ. ഒരുപാട് നേരം വെച്ച് അതായത് പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേവ് കൂടും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ ഏതാണോ അരി അതനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചു. നമ്മൾ കോക്കനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ സവാളയും അതുപോലെ തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ അതും ഒരുമിച്ച് നമുക്ക് ചേർക്കാം. അങ്ങനെ സെപ്പറേറ്റ് അതായത് സവാള വാട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, നമുക്ക് ഒരുമിച്ചിടാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഇത് രണ്ടും സബോളയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് നമ്മൾ ഉണ്ടാക്കിയ ആ പേസ്റ്റും ചേർത്തും അതിൻ്റെ ഇതൊന്ന് മൂപ്പിക്കുക. പിന്നെ ഇതങ്ങനെ ഭയങ്കര ഒരു ബ്രൗൺ കളർ വരണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒന്ന് വാട്ടിയാൽ മതി, ജസ്റ്റ് ഒന്ന് എന്താ പറയുക അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. അത്രയും മതി നമുക്ക്, എന്നാലാണ് ആ കറക്റ്റ് രുചി നമുക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പം നമ്മൾ അരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ തുറന്നു കേട്ടോ. നമ്മളുടെ റൈസ് ഏകദേശം ആയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ അതങ്ങനെ ഫോർക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉടയാണ്ട് കിട്ടും. ഇപ്പോൾ നല്ല വേവ് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒറ്റപ്പൊടികൾ ഇതുവരെ ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കൻ ചേർത്ത് കഴിഞ്ഞ ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഏകദേശം ഈ ചിക്കൻ ഇപ്പോൾ കണ്ട ഒരു
ഒരു റെഡിഷ് കളറല്ലേ ഇരിക്കുന്നത്, അത് ജസ്റ്റ് ഒരു വൈറ്റ് കളറായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ ഇതിലേക്കുള്ള എല്ലാ പൊടികളും ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഇട്ടു. നമ്മൾ അതിൻ്റെ വൈറ്റ് കളർ അങ്ങോട്ട് ആയിട്ടില്ലേ ചിക്കൻ, അപ്പോൾ അത് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ ബിരിയാണി മസാല എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും, അതുകൊണ്ട് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാട്ടോ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇടുക. ഇപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ വൈറ്റ് കളർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ പൊടികളും ചേർത്തു. അതായത് നമ്മൾ 3 പൊടികളും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് നോക്കണം, ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നമ്മളുടെ മുളക് പൊടി ചേർത്തിട്ടില്ല, കാരണം ഇതിൽ ഓൾറെഡി ഞാൻ പച്ചമുളക് ഇച്ചിരി അധികം ചേർത്തുള്ള കാരണം എരിവ് ഇപ്പോൾ പാകത്തിനുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക എരിവിൻ്റെ കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ചിക്കൻ വേവട്ടെ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിൽ കുറച്ച് സബോള നൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ കിസ്മിസും അതുപോലെ അണ്ടിപ്പരിപ്പും സാധനങ്ങളൊക്കെ നമുക്കിതിൽ ഒന്ന് വറുത്ത് കോരി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ ഏകദേശം ഫുൾ വേവ് ആയിട്ടില്ല, ഒരു പകുതി വേവ് ആകുമ്പോഴത്തേനും നമുക്ക് തക്കാളി ചേർക്കാം. ഞാൻ ഒറ്റ തക്കാളി ചേർത്തിട്ടുള്ളൂ. അത് നമ്മൾ പുളി അനുസരിച്ച് നമുക്ക് തക്കാളി ചേർക്കാം കേട്ടോ. ഞാൻ ഒറ്റ തക്കാളിയാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ മസാലയ്ക്ക് രുചി കൂട്ടുന്ന വേറൊരു സംഭവമാണ് നമ്മളുടെ യോഗട്ട്, അതായത് തൈരുണ്ടല്ലോ, അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് തന്നെ അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. അത് ഏകദേശം 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ചിക്കൻ ഏകദേശം ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ മല്ലിയില കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ചിക്കൻ ഫുള്ളും വെന്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ തൈര് ആഡ് ചെയ്യുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് നേരം വേവിക്കാൻ വെക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ചിക്കൻ വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേനും നമ്മളുടെ ഏറ്റവും അവസാനം ചേർത്ത തൈരും എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടാവും. തൈര് ചേർത്തിട്ട് പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ മസാല റെഡി ആയി, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മസാല ഉണ്ടാക്കൽ തന്നെ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിച്ചത്. അതുപോലെ തന്നെ വളരെ രുചികരമായ ഒരു ബിരിയാണിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളുടെ കിസ്മിസും അതുപോലെ തന്നെ നമ്മളുടെ സവാളയും ഒക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് മിക്സിംഗ് ആണ് ലാസ്റ്റത്തെ പരിപാടി. അതായത് ലെയർ ഓൺ ചെയ്യാണ്. അതായത് ആദ്യം റൈസ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും റൈസ് ഇട്ടു, അങ്ങനെ നമ്മൾ ലെയറിങ് ചെയ്യാണ്. അതിൻ്റെ ഏറ്റവും അവസാനം നമ്മളുടെ കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും സംഭവങ്ങളൊക്കെ നമ്മൾ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതേപോലെ കിടിലൻ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീട്ടിൽ കാണാം. അതുവരെ ബൈ ബൈ.